നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ അവസാനം നമ്മുടെ ദുരൂഹതകളെല്ലാം മാറുന്നു. ഈ പറയുന്ന ഗോപൻ സ്വാമി സമാധി ആയത് തന്നെ എന്നുള്ള സംശയം ദൃഢപ്പെടുകയാണ്. അവർ പറഞ്ഞ കണക്ക്, അതായത് അവരുടെ വീട്ടുകാർ പറഞ്ഞ കണക്ക് എന്താണ്, അവൻ ശമ്പളം പൂട്ടി തന്നെയാണ് അവിടെ ഇരുന്നത്. അങ്ങനെ അസ്വാഭാവിക മരണമായിട്ടൊന്നും തോന്നുന്നില്ല. പ്രാഥമിക ദൃഷ്ടിയാൽ അതൊരു അസ്വാഭാവികമായിട്ടുള്ള മരണമല്ല, സാധാരണ മരിച്ചതാണ് എന്നുള്ളത് വരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടുകാർക്ക് ഒരുപാട് സപ്പോർട്ടുകൾ കൂടുന്നുണ്ട്. മനസ്സിലായി, ഇത് സമാധി ആയത് തന്നെ എന്നുള്ള സപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി അറിയാനുള്ളത്, അതായത് ഇവർ കൊല്ലപ്പെടുത്തിയതോ അങ്ങനെയൊന്നുമല്ല, ആ പുള്ളി മരിച്ചത് സ്വാഭാവികമായിട്ട് മരിച്ചത് തന്നെയാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇനി നമുക്ക് ഇനിയുള്ള സംശയം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ പുള്ളി നടന്നു പോയി, അവർ ഉന്നയിച്ചൊരു മറ്റൊരു കേസ്, പുള്ളി നടന്നു പോയി അതിലിരുന്നു എന്നുള്ളത്, അതിന് മാത്രമേ ഒരു ക്ലാരിഫിക്കേഷൻ ഇനി വരാനുള്ളൂ. ഇനിയിപ്പം ആന്തരിക അവയവങ്ങളെ ഇവരെന്ത് ചെയ്യുന്നു, ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വന്ന ശേഷം മാത്രമേ പുള്ളിയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. അതായത് ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ പുള്ളിക്ക് വേറെ മുറിവുകളോ ചതവുകളോ അങ്ങനെയൊന്നുമില്ല, വാ തുറന്നിരിക്കുന്നു എന്നുള്ളതല്ലാതെ, സമാധിയാവുമ്പോൾ പുറത്തെ വാ തുറന്നിരിക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നല്ലാതെ വേറെ പിന്നീട് ഈ പറഞ്ഞതുള്ള ദുരൂഹതകളൊന്നും അതിൽ കാണുന്നില്ല. എന്തായാലും പുള്ളി സമാധി ആയതുപോലെ തന്നെയൊക്കെയാണ് തോന്നുന്നത്. ഇനി മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നത് കൂടി ഫോറൻസിക് റിപ്പോർട്ട് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ ആന്തരിക അവയവങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ടും കൂടി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഈ പുള്ളി പിന്നീട് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത്. അതുപോലെ പുള്ളി തന്നെയാണോ പോയിരുന്നത്, അതോ ഇവർ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം സമാധിയായ സമയത്ത് ഇവർ കൊണ്ടിരുത്തിയതാണോ എന്നുള്ളത് നമുക്കിത് ചെക്ക് ചെയ്യേണ്ടത്. കാരണം അതിനകത്ത് പുള്ളി എന്താണ് ചമ്പരം പടഞ്ഞാണ് ഇരിക്കുന്നത്. മനസ്സിലായി, അവർ പറഞ്ഞതുപോലെ തന്നെയാണ്, അവിടെ വീട്ടുകാർ പറഞ്ഞതുപോലെ ആ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ദുരൂഹതകൾ ഏതാണ്ടൊക്കെ മാറുന്നു. ഇനി ഒരു സംഭവം ഇനിയിപ്പോൾ ഒരാഴ്ച പിടിക്കും തോന്നി, എപ്പോഴാണ് അതിൻ്റെ റിപ്പോർട്ട് വരുന്ന അറിയില്ല. അതും കൂടി കഴിയുമ്പോൾ അവർക്കിപ്പം മൃതദേഹം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ചെന്ന് അതേ രീതിയിൽ വീണ്ടും സമാധി ഇരുത്താം, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആൾക്കാർ വിശ്വാസ്യതയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് സമാധി ആയതാണ് എന്നുള്ളത് കൂടുതൽ ഉറപ്പിക്കുകയാണ്. അതിനോടൊപ്പം മരണം എങ്ങനെയാണ് സംഭവിച്ചത്, പിന്നീട് അവർ കൊണ്ടിരുത്തിയതാണോ, അതോ പിന്നീട് അവർ ഈ പോറ്റി, അതായത് ഈ പറയുന്ന സ്വാമി ഗോപൻ സ്വാമി നടന്നു വന്നിരുന്നതാണോ എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ഇനി ഒരു തർക്കം നിലനിൽക്കുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തി നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.